നമസ്കാരം. മുസ്ലിം ലീഗ് NDAയിൽ ചേരണമെന്നും പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇനിയും കഷ്ടപ്പെടുത്തരുതെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥിയും മുൻ കാലിക്കറ്റ് VCയുമായ ഡോക്ടർ M. അബ്ദുൽ സലാം. പണമുള്ള മുസ്ലിങ്ങളെല്ലാം ഡൽഹിയിൽ പോയി കാര്യം സാധിക്കുമെന്നും മറ്റുള്ളവർക്ക് അതിന് സാധിക്കില്ലെന്നും അബ്ദുൽ സലാം പറഞ്ഞു. അവിടെ എവിടെ നിന്ന് ഒന്നോ രണ്ടോ പേര് കൊല്ലണം കുത്തി എന്ന് പറഞ്ഞതും ഒന്നും സംഭവിക്കാൻ പാടില്ല. BJP will continue, others will join us. This is time. ഇവൻ മുസ്ലിം ലീഗിനും ഇപ്പൊ NDAയിൽ ചേരാൻ പറ്റിയ സമയം തന്നെയാണ്. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ചേരണമെന്ന്. മുസ്ലിങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ചേരുന്നത്. പാവപ്പെട്ട ഇന്നസെന്റ് മുസ്ലിങ്ങളെ ഇനി നിങ്ങളെ കഷ്ടപ്പെടുത്തരുത്. പണമുള്ള മുസ്ലിങ്ങളെല്ലാം ഡൽഹിയിൽ പോയി കാര്യങ്ങൾ സാധിക്കും. പാവപ്പെട്ട വ്യക്തി എന്നെ പറഞ്ഞു വിളിക്കും, ഞാൻ അവർക്ക് പലതും ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് let them be with the mainstream, let them share the power and let them be with the stable government. അതാണ് അവർക്ക് നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. അക്കഡമിഷ്യൻ ടേൺഡ് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടും അറിയാം, പ്രാക്ടിക്കൽ പാർട്ടും അറിയാം. തിയറി ആൻഡ് പ്രാക്ടിക് ഓഫ് ദി vision of development and execution of development and the progression of development. And when നിങ്ങൾക്കറിയാം, മെനഞ്ഞാന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫുൾ മിനിസ്റ്റേഴ്സ് ഇരുന്ന് ഒരു ദിവസം ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ദാറ്റ് ഈസ് ടു ഡെവലപ്പ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ നെക്സ്റ്റ് 23 years to achieve വികസിത് ബന്ദ്ര ഡെവലപ്മെൻറ്റ് 2047 23 yearsന് മുമ്പ് മോഡിജിയുടെ വിഷനാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു അച്ഛൻ മക്കൾക്ക് വേണ്ടി മക്കളെ പഠിപ്പിക്കണം, മക്കളെ വീട് വയ്ക്കണം എന്ന് പറയുന്നത് പോലെ അതുപോലെ ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തെ കൈതൂപ്പി നിന്നത്. മനസ്സിലായോ? അല്ല നിങ്ങൾ പറയുന്നത് ഞാനൊത്തി വിദ്യാഭ്യാസമുള്ളവരാണ്, മുസ്ലിങ്ങളെ കൊല്ലാനാണെങ്കിൽ എൻ്റെ തല കൊണ്ട് വെച്ചു കൊടുക്കും, എന്നെ കൂടെ കൊല്ലാൻ പറയുമോ? നോ, ഐ വോണ്ട് ഡു ദാറ്റ്. അത്രയും വലിയ മണ്ടനൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല ഇവിടുത്തെ മനുഷ്യരോട് ഞാൻ പറയണത്. വൈ ഷുഡ് ഐ സേ മുസ്ലിം? ഇവിടുത്തെ 41 ലക്ഷത്തിൽ 15 ലക്ഷം വോട്ടേഴ്സിനോട് ഞാൻ പറയുന്നു, സഹോദരന്മാരെ, നമുക്കൊന്നിച്ച് നീങ്ങാം. ഞാൻ നിങ്ങളെ എനിമിയാവത്തില്ല. നിങ്ങൾ പറയുന്ന പോലെ മോഡിജിയും BJPയും നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങളുടെ മിത്രങ്ങളാണ്. നമുക്ക് ഒന്നിച്ച് ചേരാം, ഒന്നിച്ച് ജീവിക്കാം, ഒന്നിച്ച് പുരോഗമിക്കാം. 2047 നമുക്കും വികസിതമാവാം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ ബൈ പറഞ്ഞാൽ ഞാനും ബൈ പറഞ്ഞു പോകും. മുസ്ലിം ലീഗ് നിങ്ങളെ നോക്കി ഒരു കാര്യം എവിടെ നിന്ന് പറഞ്ഞു തരാം. ഇന്നല്ലെങ്കിൽ നാളെ നോക്കിക്കോ, മോഡിയുടെ ഈ സ്റ്റെബിലിറ്റി 24, 29, 34, 39, 44 എന്ന് പറഞ്ഞ പോക്കും ആ ഒരു സ്റ്റെബിലിറ്റി ഓഫ് ഗവർണൻസും കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ല ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളും നാളെ BJPയോട് ചേർന്ന് നിൽക്കേണ്ട കാലം വരും. NDAയുടെ അലയായേണ്ടി വരും. കാര്യം എന്താണെന്നറിയാം? ദിസ് NDA ഈസ് നോട്ട് എ പോയിസണസ് പാർട്ടി, ഇറ്റ് ഈസ് എൻ ഇൻക്ലൂസീവ് പാർട്ടി, പീപ്പിൾസ് പാർട്ടി for all. That is why Modi says sabka saath, sabka vikas, sabka vishwas and sabka prayas. അവിടെ ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ പേര് കൊഞ്ഞണം കുത്തി എന്ന് പറഞ്ഞൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല. BJP will continue, others will join us. This is time. ഈവൻ മുസ്ലിം ലീഗിനും ഇപ്പോൾ NDAയിൽ ചേരാൻ പറ്റിയ സമയം തന്നെയാണ്. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ചേരണമെന്ന്. മുസ്ലിങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ചേരുന്നത്. പാവപ്പെട്ട ഇന്നസെൻറ്റ് മുസ്ലിങ്ങളെ ഇനി നിങ്ങളെ കഷ്ടപ്പെടുത്തരുത്. പണമുള്ള മുസ്ലിങ്ങളെല്ലാം ഡൽഹിയിൽ പോയി കാര്യങ്ങൾ സാധിക്കും. പാവപ്പെട്ട എന്ത് ചെയ്യും? എന്നെ പലരും വിളിക്കും, ഞാൻ അവർക്ക് പലതും ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് let them be with the mainstream, let them share the power and let them be with the stable government. അതാണ് അവർക്ക് നല്ലത്.